ഹായ് എവരിവൺ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജിയോ ലൊക്കേറ്റർ എന്ന പാക്കേജ് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ എങ്ങനെ ഒരു ആപ്പിൽ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരു ആപ്പിൽ ഫ്ലട്ടർ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അത് ജിയോ ലൊക്കേറ്റർ എന്ന പാക്കേജ് എങ്ങനെയൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാക്കേജ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പാക്കേജ് ജിയോ ലൊക്കേറ്റർ ഫ്ലട്ടർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് pub.devൽ ആ പാക്കേജ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോവുക, എന്നിട്ട് ആ പാക്കേജ് കോപ്പി ചെയ്യുക, നമ്മുടെ pubspec.yaml ഫയലിൽ വന്നിട്ട് ഡിപ്പെൻഡൻസിൻ്റെ അണ്ടറിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ പാക്കേജ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് ഡൗൺലോഡ് ആവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ പാക്കേജ് നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം, iOSൽ യൂസ് ചെയ്യാം, macOSൽ യൂസ് ചെയ്യാം, വെബിൽ യൂസ് ചെയ്യാം, വിൻഡോസിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ iOS ആപ്ലിക്കേഷനിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഒരു മൊബൈൽ ആപ്പിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പ്രാവശ്യം പറയുന്നുള്ളൂ. അതും വളരെ മിനിമലായിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. ആദ്യം നമ്മൾ ഈ കാര്യങ്ങൾ റെഡ്മി ഫയലൊക്കെ ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക, ദെൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലെ grade.properties ഫയലിൽ ഈ കോഡ് ഉണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇത് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ ആൻഡ്രോയിഡിൽ gradle.properties എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, അവരുടെ അത് പേസ്റ്റ് ചെയ്യണം. ഇങ്ങനൊരു ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഏറ്റവും പുതിയ ഫ്ലട്ടർ വേർഷൻ യൂസ് ചെയ്യുക, എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോവുക, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കമ്പൈൽ SDK വേർഷൻ 35 ആയിട്ട് സെറ്റ് ചെയ്യണം. അതുള്ളത് ആൻഡ്രോയിഡ് ആപ്പ് build.gradle എന്ന ഫയലിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആൻഡ്രോയിഡ് ഫോൾഡറിൽ ആപ്പ് ലെവൽ ഫോൾഡറിൽ build.gradle അത് സെലക്ട് ചെയ്യുക. കമ്പൈൽ SDK വേർഷൻ 35 ആയിട്ട് സെറ്റ് ചെയ്യുക. അവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അവിടെ ശരിക്കും flutter.compile SDK എന്നായിരിക്കും കാണുക. അത് റീസെറ്റ് ചെയ്തിട്ട് 35 ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പെർമിഷൻസ് ആഡ് ചെയ്യാം. പെർമിഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ 2 പെർമിഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അത് കോപ്പി ചെയ്യുക. ഈ പെർമിഷൻസൊക്കെ ആഡ് ചെയ്യേണ്ടത് ആൻഡ്രോയിഡിൽ ആപ്പ് SRC മെയിൻ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഈ ഫയലിലാണ് നമ്മൾ പെർമിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയായിട്ട് പെർമിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ആപ്പിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് സർവീസ് വേണമെങ്കിൽ ഈ കോഡുകളും കൂടി ഇതേ സ്ഥലത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് ആവശ്യമുള്ളൂ. ഇത്രയും യൂസ് ചെയ്താൽ തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അതെടുത്ത് തരും. നെക്സ്റ്റ് നമ്മൾ ഈ ആൻഡ്രോയിഡിൻ്റെ കേസ് കഴിഞ്ഞു, നമുക്കതൊക്കെ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് iOS ആപ്ലിക്കേഷന് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് iOSൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഈ കോഡ് കോപ്പി ചെയ്യുക. ഇത് ആഡ് ചെയ്യേണ്ടത് info.plist ഫയലാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് iOS റണ്ണർ എന്ന ഫോൾഡറിലാണ്. പ്രൊജക്റ്റിലേക്ക് പോവുക, iOS റണ്ണർ info.plist അണ്ടറിൽ ഈ ഭാഗത്തായിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻ ആയിക്കോളും. ഓക്കെ, സേവ് ചെയ്യാം. ഇത്രയും ആണ് ഒരു iOS ആപ്ലിക്കേഷന് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എടുത്ത് വെക്കാൻ. അതിന് ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് 0 എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ദെൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റണ്ണായെങ്കിൽ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ iOS സിമുലേറ്ററിലാണ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായിട്ടുണ്ട്.
ഇതാ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡും കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ റണ്ണായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഇവിടെ ഷോ ചെയ്യാം എന്ന് ആദ്യം നോക്കാം. നമുക്കൊരു എലവേറ്റഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ജിയോ ലൊക്കേറ്ററിൻ്റെ പാക്കേജിൻ്റെ ഫയലിലേക്ക് പോവാം. ഇതാ ഇവിടെ ഒരു എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്ന് ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് കോപ്പി ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റ് ഫയലിലേക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട്. ഓക്കെ, സേവ് ചെയ്യുക. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഒരു പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കുക. ലൊക്കേഷൻ പെർമിഷൻ എന്നൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവർ നോക്കുന്നത് സർവീസ് എനേബിൾഡ് ആണോ എന്നാണ്. അതായത് നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ സർവീസൊക്കെ എനേബിൾ ആണോ എന്ന് നോക്കാനുള്ള ഒരു ഫംഗ്ഷനാണിത്. ജിയോ ലൊക്കേറ്റർ എന്ന ക്ലാസ്സിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടാണ് നോക്കുന്നത്. നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ സർവീസ് ഓൺ ആണെങ്കിൽ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഒരു ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എറർ ആയിരിക്കും റേസ് ചെയ്യുക. നെക്സ്റ്റ്, നമ്മുടെ ലൊക്കേഷൻ സർവീസൊക്കെ ഓൺ ആവുന്ന കേസിൽ അവർ പെർമിഷന് വേണ്ടിയുള്ളൊരു ഡയലോഗ് കാണിക്കും. അപ്പോൾ ആ ഡയലോഗിൽ നമ്മൾ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കറൻറ്റ് പൊസിഷൻ നമുക്ക് റിട്ടേൺ ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് എറർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് വരിക. പെർമിഷൻ ഡെനൈഡ് ചെയ്താലും ഇങ്ങനെ എറർ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്ത് നോക്കാം. ഇതൊരു ഫ്യൂച്ചർ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇതൊരു അസിങ് ഫംഗ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്യണം. നെക്സ്റ്റ്, നമ്മൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞ പൊസിഷനാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു വേരിയബിളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അസിങ്ക്രണസ് ഫംഗ്ഷനായിട്ട് നമ്മൾ അവൈറ്റ് ചെയ്യുന്നു. ഡിറ്റർമൈൻ പൊസിഷൻ. ഓക്കെ, ഇതിനെ കോൾ ചെയ്യാം. കോൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമുക്ക് റിട്ടേൺ വരുന്നത്? നമുക്ക് ഓക്കെ, റിട്ടേൺ വരുന്നൊരു പൊസിഷനായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. നെക്സ്റ്റ്, നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡാണ് വേണ്ടത് ഇനീഷ്യലി. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിലേക്ക് റിസൾട്ട് ഡോട്ട് ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കാം. റിസൾട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ട ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും മാത്രമാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോട്ട് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് വേരിയബിളിലേക്കും ആ റിട്ടേൺ ആയിട്ട് വരുന്ന വാല്യൂ കയറും. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് സെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ സർവീസ് ഡിസേബിൾ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലൊക്കേഷൻ സർവീസസ് ഇത് iOS ആയതുകൊണ്ട് iOS നമുക്ക് ലൊക്കേഷൻ സർവീസസ് സെറ്റിങ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ലൊക്കേഷൻ സർവീസ് എനേബിൾഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എനേബിൾ ചെയ്യണോ, പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ എലോ വൺസ് കൊടുക്കുകയാണ്. എലോ വൺസ് കൊടുത്തപ്പോൾ നമ്മുടെ ആ 0 എന്നുള്ള റീപ്ലേസ് ആയിട്ട് നമ്മുടെ കറൻറ്റ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്താണ് നമ്മൾ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. UIയിലൊക്കെ നമ്മളിപ്പോൾ എറർ വന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്പ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എറർ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ എറർ കാണിക്കുന്നതിന് പകരം നമുക്ക് യൂസറിനോട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. പൊസിഷൻ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യൂസർ
പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ പൊസിഷൻ ആയിരിക്കില്ല, അവിടെ ഒരു എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോരാ, നമുക്ക് അതിനു വേണ്ടി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, കറക്റ്റ് ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പൊസിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാസ്സിൽ നമുക്കൊരു വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്ട്രിങ്, ഒരു മെസ്സേജ് വേണം നമുക്ക്, ഒരു എറർ മെസ്സേജ്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് കാണിക്കാൻ ഒരു മെസ്സേജ് വേണം. പിന്നെ ഫൈനൽ പിന്നെ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പൊസിഷൻ വേണം. നെക്സ്റ്റ് ഒരു എറർ കോഡും കൂടെ നമുക്ക് എടുക്കാം, ആവശ്യം വരും. ഒരു എറർ കോഡ് അല്ലെങ്കിൽ കോഡെന്ന് മാത്രം കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പൊസിഷൻ റിട്ടേൺ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇത് റിട്ടേൺ ചെയ്യുന്നു, പൊസിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ റിട്ടേൺ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫസ്റ്റ് സർവീസ് എനേബിൾഡ് ആണോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഇവിടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം. പൊസിഷൻ റിസൾട്ടിൽ എന്ത് വേണം, ഒരു മെസ്സേജ് വേണം. ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ സർവീസ് എനേബിൾഡ് അല്ല, അപ്പോൾ ലൊക്കേഷൻ സർവീസസ് ആർ ഡിസേബിൾഡ് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കേണ്ടത്. നമ്മൾ ഈ എറർ തൽക്കാലത്തേനൊന്നും കളയാണ്. എന്നിട്ട് നമ്മളിവിടെ ആ മെസ്സേജിൻ്റെ അവിടെ അത് റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കോഡ് വേണം. നമുക്ക് തൽക്കാലം ഇതിന് 0 എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ നമുക്ക് വേണ്ട പൊസിഷനാണ്. പൊസിഷൻ ഇവിടെ ഉണ്ടാവില്ല, കാരണം ലൊക്കേഷൻ സർവീസസ് അൺഅവൈലബിൾ ആണ്. ഓക്കെ, പൊസിഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മൾ നള്ള് വരുന്ന രീതിക്ക് നൾ സെറ്റ് കൊടുക്കുക. നള്ള് വരും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ നമ്മൾ ഈ റിസൾട്ടിനാണ് നമ്മളിനി റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു, സർവീസ് എനേബിൾഡ് ആണോ അല്ലെന്ന് ചോദിക്കുന്ന കേസ് കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് പെർമിഷൻ. ഇവിടെ റിട്ടേൺ ചെയ്യുന്നതും മറ്റൊരു മെസ്സേജാണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഈ സെയിം പരിപാടി നമ്മൾ ചെയ്യാണ്. ഇതിങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. റിട്ടേൺ മുകളിൽ. ഓക്കെ, നമ്മൾക്ക് ഇവിടെ നമ്മളോട് ചോദിക്കുന്ന പോപ്പപ്പിൻ്റെ നമ്മൾ ഡിനേ ആണ് കൊടുത്തതെങ്കിൽ, നോട്ട് എലോ ആണ് കൊടുത്തെങ്കിലുള്ള മെസ്സേജാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് ലൊക്കേഷൻ പെർമിഷൻസ് ആർ ഡിനേഡ് എന്ന മെസ്സേജാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെയും പൊസിഷൻ ഉണ്ടാവില്ല. നമുക്ക് എറർ കോഡ് വേറെ എന്തായാലും കൊടുക്കാം. 0 മാറ്റിയിട്ട് ഒരു -1 എന്ന് കൊടുക്കാം. കാരണം നമ്മൾ യൂസർ തന്നെ പെർമിഷൻ നിരസിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇതേ സാധനം തന്നെ കോപ്പി ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡിനേഡ് ഫോർ എവർ ആണെങ്കിൽ ഈ എറർ മെസ്സേജ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. എറർ മെസ്സേജ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമ്മുടെ മെസ്സേജായിട്ട് റീപ്ലേസ് ചെയ്യാം. ദെൻ ഒരു -1 എന്നുള്ളത് സ്ഥലത്ത് നമുക്കൊരു -2 കൊടുക്കാം. ദെൻ പൊസിഷൻ ഇവിടെ നള്ളായിരിക്കും, റിസൾട്ടിന് റിട്ടേൺ ചെയ്യും. ദെൻ ലാസ്റ്റ് കണ്ടീഷൻ, നമ്മൾ യൂസറിന് പെർമിഷൻ കൊടുത്തു, നമ്മുടെ ലൊക്കേഷൻ എടുത്തോളാൻ നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ കോപ്പി ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കണ്ടീഷനിൽ നമ്മൾ മെസ്സേജ് സക്സസ് ആണ്. ഇവിടെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് നമുക്കൊരു ജസ്റ്റ് സക്സസ് എന്ന് മാത്രം കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 1 എന്ന് കൊടുക്കാം.
എറർ കോഡ് 1 എന്ന് കൊടുക്കാം. പൊസിഷൻ എന്താണ്? പൊസിഷൻ ഇതാണ് നമുക്ക് പൊസിഷൻ കിട്ടുന്ന ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ ഫസ്റ്റ് എടുക്കണം. ഓക്കെ, ആ പൊസിഷൻ നമുക്കൊരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പൊസിഷൻ ജിയോലൊക്കേറ്റർ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് പൊസിഷൻ നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നത്. ആ പൊസിഷനെ നമ്മൾ ഈ പൊസിഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. അത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കിത് എത്രത്തോളം വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ അല്ല നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇതിപ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഒരു പൊസിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ റിസൾട്ടായിട്ട് അതിനെ പൊസിഷനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി പൊസിഷൻ റിസൾട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് ഇങ്ങനല്ല വേണ്ടത്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ആദ്യം നമുക്ക് ഈ മെസ്സേജ് നമുക്ക് യൂസറിനെ കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല ഞാൻ. ദെൻ ഈ മെസ്സേജ് നമ്മളൊരു പുതിയൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൊടുക്കുകയാണ്. ദെൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതുകൊണ്ട് നമുക്ക് അതിനൊരു റെഡ് കളർ കൊടുക്കാം. സ്റ്റൈല് കളേഴ്സ് ക്ലാസ്സിലാണ് കളറുള്ളത്, റെഡ്. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ റിസൾട്ടിനെ എങ്ങനെ ഷോ ചെയ്യിക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. എന്നിട്ട് റിസൾട്ട് ഡോട്ട് കോഡ് നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്ത്? ഫസ്റ്റ് ലൊക്കേഷൻ സർവീസ് ഡിസേബിൾഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് ഓക്കെ ലൊക്കേഷൻ സർവീസിൻ്റെ കോഡ് 0 ആണ്. അപ്പോൾ കോഡ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വേണ്ട, നമുക്ക് പൊസിഷൻ വെച്ചിട്ട് കൊടുക്കാം. പൊസിഷൻ ഈക്വൽ ടു നള്ളാണെങ്കിൽ നമുക്ക് മെസ്സേജിലേക്ക് റിസൾട്ട് ഡോട്ട് മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ പൊസിഷൻ നള്ളല്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എൽസ് കണ്ടീഷൻ ആയല്ലോ. എൽസ് കണ്ടീഷനിലേക്ക് റിസൾട്ട് കഴിയുമ്പോൾ നമുക്കൊരു പൊസിഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പൊസിഷൻ ഡോട്ട് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ഇത് നമ്മൾ പൊസിഷൻ നള്ളായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഉറപ്പാണല്ലോ, ഇവിടെ ഇഫ് കണ്ടീഷൻ ഇടുന്നുണ്ട്, നള്ള് വരില്ല. അപ്പോൾ നമുക്ക് നൾ സേഫ്റ്റീൻ്റെ ഇത് യൂസ് ചെയ്ത് വേണം. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ആപ്പ് റീഫ്രഷ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കിട്ടുന്നുണ്ട്. പക്ഷേ മെസ്സേജ് കാണിക്കുന്നില്ല. കാരണം നമ്മൾ മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പെർമിഷൻസ് ഒക്കെ കൊടുത്തതാണ്. റീഫ്രഷ് സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ സക്സസ് കാണിക്കുന്നതോടെ നമ്മുടെ എറർ മെസ്സേജ് കാണിക്കണം. എറർ മെസ്സേജ് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വരണം. ഒന്നെങ്കിൽ സർവീസ് ഡിസേബിൾ ആവണം, അല്ലെങ്കിൽ യൂസർ പെർമിഷൻ ഡിനൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് സർവീസ് ഡിസേബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ലൊക്കേഷൻ സർവീസസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്, ടേൺ ഓഫ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം, നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, എക്സ്കോഡ് ബിൽഡ് ആയിട്ടുണ്ട്. റീഫ്രഷ് ചെയ്യുന്നു. യെസ്, ലൊക്കേഷൻ സർവീസ് ആർ ഡിസേബിൾഡ്. അപ്പോൾ നമുക്ക് യൂസറിനോട് വേണമെങ്കിൽ ഈ കേസിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, സെറ്റിങ്സിൽ പ്രൈവസി അവിടെ പോയിട്ട് ലൊക്കേഷൻ സർവീസ് ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസസ് കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ലൊക്കേഷൻ സർവീസ് ഡിസേബിൾ ആയതുകൊണ്ട് എറർ വന്നു. ഓക്കെ, ഇത് നമ്മൾ ലൊക്കേഷൻ സർവീസ് ആക്റ്റീവ് ആക്കി കൊടുത്തു.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതൊന്ന് ഈ ആപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ പെർമിഷൻസ് ഒന്ന് യെല്ലോ കൊടുക്കാതെ നമുക്ക് ഡിനേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, നമ്മൾ പെർമിഷൻ കൊടുത്തത് കൊണ്ടാണല്ലോ നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ കിട്ടിയത്. അപ്പം നമുക്ക് ആ പെർമിഷൻ കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് അവിടെ എറർ വന്നിരുന്നു, ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്തു. അപ്പോൾ നമ്മളോട് പെർമിഷൻ ചോദിച്ചു. പെർമിഷൻ നമ്മൾ ഫസ്റ്റ് എലോ അൺസൈൻ കൊടുത്തത്, ഇപ്രാവശ്യം നമ്മൾ ഡോണ്ട് എലോ കൊടുക്കുകയാണ്. അതാ ലൊക്കേഷൻ പെർമിഷൻസ് ആർ പെർമനൻ്റ് ഡിനൈഡ്. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും അത് സംഭവം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത്തരം കണ്ടീഷനിൽ നമുക്ക് യൂസറിനൊരു ചോയ്സ് കൊടുക്കാം. ലൊക്കേഷൻ മാനുവലി പോയിട്ട് എനേബിൾ ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു ബട്ടൺ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജിയോ ലൊക്കേറ്ററിൽ അതിനുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു കണ്ടീഷൻ കൂടെ കൊടുക്കാം. എൽസ് ഇഫ് റിസൾട്ട് ഡോട്ട് പൊസിഷൻ അല്ല കോഡ് എന്താ നമ്മളവിടെ കൊടുത്തത്, ലൊക്കേഷൻ സർവീസ് അല്ല, നമ്മൾ ഡിനൈഡ് ഫോർ എവർ ആണെങ്കിൽ -2 നമുക്ക് -1 ആക്കി കൊടുക്കാം. കാരണം ഇവിടെ ആണെങ്കിലും നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ നമ്മൾ ഡെലീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. -1 എന്ന് തന്നെ നമുക്ക് കൊടുക്കാം രണ്ടിനും. റിസൾട്ട് ഡോട്ട് കോഡ് -1 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ജിയോ ലൊക്കേറ്റർ ഡോട്ട് ഓപ്പൺ ലൊക്കേഷൻ സെറ്റിങ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ -1 ആണല്ലോ നമ്മുടെ ഇത്. നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ, ഇതേതാ കോഡ് നമ്മൾ നോക്കേണ്ടതുണ്ട്. പെർമനൻ്റ് റിമൂവാണ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സെക്കൻഡ് കണ്ടീഷൻ വർക്ക് ചെയ്യാത്തത്. കാരണം ഇപ്പോൾ ഓൾറെഡി പൊസിഷൻ നള്ളാണ്, അപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ എൽസി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ 0 ആക്കി കൊടുത്തു. ഇനി നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ ലൊക്കേഷൻ നമ്മൾ നെവറാണ് കൊടുത്തത്. അത് വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നോ അല്ലെങ്കിൽ ആസ്ക് നെക്സ്റ്റ് ടൈം എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മുടെ ആപ്പിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ പറയുക, ഇവിടെ കാണിക്കുന്ന മെസ്സേജുകൾ നമുക്ക് കറക്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. UI കാര്യങ്ങളാണ് ഫ്ലട്ടറിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ശരിക്കും ഈ റീഫ്രഷ് ബട്ടൺ മാറ്റിയിട്ട് നമുക്ക് ഓപ്പൺ സെറ്റിങ്സ് എന്നാക്കി കൊടുക്കാം. കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഈ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബേസിക് ആൻഡ് സിമ്പിൾ വീഡിയോ ആയതുകൊണ്ട് മാത്രം ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജിയോ ലൊക്കേറ്റർ എന്ന് പറഞ്ഞ ഈ പാക്കേജിൻ്റെ റീഡ്മി ഫയലിൽ പോയി കഴിഞ്ഞാൽ അവർ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും.